ഹലോ ഡിയേഴ്സ്, ഇന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ബീഫ് കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വെൽക്കം ടു വോക്ക് ആൻഡ് ലാഡൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലി, വലിയ ജീരകം പൊടിച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ തക്കാളി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി, സോയാ സോസ് ഇത്രയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ മസാല കൂട്ട് ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനി നേരെ അടുപ്പിലേക്ക് ചെല്ലാം. കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചു. നന്നായിട്ട് ചൂടായി. ഓയിൽ ഒഴിച്ചു കൊടുത്തു. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 സവാള എടുത്തിട്ടുണ്ട്, അതും നേരെ ചേർത്ത് കൊടുത്തു. അധികം ബീഫുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം മസാലകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും തെറ്റാനില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവാനില്ല, ഒരു മിസ്റ്റേക്കും വരാനില്ല, ഒന്നും മറക്കാനുമില്ല, പെട്ടെന്നുണ്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ മസാലകളും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിക്കണം. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അതും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തുകൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളിയും ഒരു ഹാഫ് തക്കാളി, കറിവേപ്പിലയും കൂടി ചേർത്തു. കുക്കർ അടച്ചു വെച്ചു. ഇനി ഒരു 4 വിസിൽ, 3 ഹൈ ഫ്ലെയിമിലുള്ള വിസിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും, അങ്ങനെ 4 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി കുറഞ്ഞൊരു വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി. ഇനി നന്നായിട്ട് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെച്ചാൽ മതി. അതല്ല കറി വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചധികം, അതായത് ഇങ്ങനെ തന്നെ നേരിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ നേരിട്ട് സെർവ് ചെയ്താൽ മതി, അടുപ്പിൽ വെക്കാതെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നു, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതേ ഒരു പരിവാക്കി എടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പത്തിന്, ചോറിന്, പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെയാണോ ബീഫ് ഉണ്ടാക്കാറ് എന്നുള്ളതൊന്ന് അറിയിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയാണ്. പല രീതിയിലും ബീഫ് റെഡിയാക്കുന്നവരാണ് നമ്മൾ. ചിക്കനായാലും മട്ടണായാലും ബീഫായാലും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.